ഞാൻ ആദ്യം ശ്രീ രാജു പി നായരിലേക്ക് പോകും. ശ്രീ രാജു പി നായർ, ഏറ്റവും ഒടുവിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു വാർത്താക്കുറിപ്പ് വരുന്നത്. വാർത്താക്കുറിപ്പ് പറയുന്നത് സർവകലാശാലകളിൽ സർക്കാർ സ്പോൺസർഡ് ഗുണ്ടായിസമാണ് എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയത്. CPM റെഡ് വോളണ്ടിയർമാരെ പോലെ SFI പ്രവർത്തകരുടെ ആക്രമണത്തിന് കേരള പോലീസും കൂട്ടുനിന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. സംസ്ഥാനത്തുണ്ടാക്കിയ നാടകം ശരി, ഈ പറയുന്ന രീതിയിൽ സമരം ഏതുവരെ വേണം, അതിൻ്റെ അതിരുകൾ എങ്ങനെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോഴും ആ സമരത്തിൽ SFI മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നിങ്ങൾക്ക് വിയോജിക്കാവുന്ന ഒരു രാഷ്ട്രീയമല്ല. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് രാജു പി നായർ അങ്ങയുടെ നേതാവ് പറയാത്തത്? ഒരു വാക്ക് പോലും, ഒരു വരി പോലും. ഹാഷ്മി, RSSനെതിരായിട്ടുള്ള നിലപാടുകളെ എല്ലാ കാലവും അത് ആര് പറഞ്ഞാലും കോൺഗ്രസ് സ്വാഗതം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭോപ്പാലിലും ഡൽഹിയിലുമൊക്കെ പോയിട്ട് RSSന്റെ ഭീഷണി കൊണ്ട് രാത്രി അവിടെ നിന്ന് സ്ഥലം വിട്ടു പോകുന്ന പിണറായി വിജയനോട് ബംഗലാപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സംരക്ഷണം തരാം, അവിടെ നിന്ന് നിങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാരാമയ്യ അദ്ദേഹത്തെ ക്ഷണിച്ചത്. അവിടെ ചെന്ന് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞില്ല, പകരം വടിവാളും ഒക്കെ ഇടയിൽ കൂടി വരുന്ന ആളെന്നുള്ള പഞ്ച് ഡയലോഗ് അടിച്ചത് അറിയാമല്ലോ. അപ്പോൾ സംഘപരിവാറിനെതിരെ ഏത് ശബ്ദം വന്നാലും അത് നേർത്തതാണെങ്കിൽ പോലും അതിനെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ചോദ്യം, അങ്ങ് പറഞ്ഞ SFIയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയം ഈ പറയുന്ന സംഘപരിവാറിൻ്റെ പിണിയാളായ ഈ സംഘപരിവാർ പോലൊരു തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോക്താവായ രാജേന്ദ്ര അർലേക്കർ അദ്ദേഹത്തെയും കൂട്ടി ഡൽഹിയിൽ പോയിട്ട് നിർമ്മലാ സീതാരാമനെ കണ്ടപ്പോൾ എന്തായിരുന്നു SFIയുടെ രാഷ്ട്രീയം? കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ പിണറായി വിജയൻ കഴിഞ്ഞ പ്രാവശ്യം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ചെന്ന് കണ്ട് കാലിൽ വീണ് അവിടെ തൻ്റെ ജില്ലയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചാൻസലറെ വെച്ചല്ലോ. ആ ചാൻസലർ അവിടെ സവർക്കറുടെ 4 പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അന്ന് SFIയുടെ രാഷ്ട്രീയം, ഈ RSS വിരുദ്ധ രാഷ്ട്രീയം കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? അതിനുശേഷം ഈ പാർട്ടി സെക്രട്ടറി ഇന്നിപ്പോൾ അവിടെ വന്നിട്ട് പാർട്ടി സെക്രട്ടറി സംസാരിച്ചിട്ട് പോയല്ലോ. ഈ ഗവർണറെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതി ഇല്ലേ? ഈ SFIയുടെ രാഷ്ട്രീയം അന്ന് കോൾഡ് സ്റ്റോറേജിലായിരുന്നോ? അല്ല, അത് കഴിഞ്ഞ് കാര്യങ്ങൾ മാറുന്നുള്ളൂ രാജു പി നായർ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ അക്കാദമികമായി RSSൽ വിശ്വസിക്കുന്ന ആളാണ് താനെന്ന് അദ്ദേഹം തുറന്നു പറയുകയും അതിന് RSS ഉപയോഗിക്കുന്ന ഒരു പ്രതീകാത്മക ചിത്രം അദ്ദേഹം കൊണ്ടു നടക്കുകയും സർവകലാശാല സെനറ്റിൽ അത് വെക്കുകയും അതിനെ തുടർന്ന് പ്രതിഷേധമുണ്ടാവുകയും രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ പണിയെടുത്തപ്പോൾ ചട്ടവിരുദ്ധമായി അദ്ദേഹത്തെ പുറത്താക്കുകയും ചെയ്തു എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞുണ്ടായ സാധനമാണല്ലോ ഇതൊക്കെയും. അതിനോടായിരുന്നില്ല SFIയുടെ സമരം. എന്റെ ചോദ്യം, അവരുടെ സമരരീതിയെ വിമർശിച്ചോളൂ, പക്ഷെ അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ പറ്റി എന്തേ പറയുന്നില്ല നിങ്ങൾ? ശ്രീ രാജു പി നായർ. ഞാൻ പറയട്ടെ ഹാഷ്മി, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നടപടികൾ ചെയ്തപ്പോഴെല്ലാം ഈ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ചോദ്യം ചെയ്യാനുള്ള ആർജവം, ആ രാഷ്ട്രീയം SFIക്ക് ഉണ്ടായിരുന്നില്ല. പകരം SFI അതിനെല്ലാം മൗനാനുവാദവും മൂകസാക്ഷിയുമായിട്ടിരുന്നു ഇല്ലേ? രണ്ടാമത്തെ കാര്യം, ഈ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സംഭവം, യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഞങ്ങളുടെ നിലപാട് എന്താ? രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. പക്ഷെ ആ ചട്ടവിരുദ്ധത്തെ മറികടക്കാൻ വേണ്ടി ഈ CPMന്റെ നേതൃത്വത്തിൽ നടന്ന സിൻഡിക്കേറ്റിൽ നടന്ന അതിനെ റദ്ദാക്കുന്ന നടപടി അതും ചട്ടവിരുദ്ധമാണ്. അതിന് ഹൈക്കോടതിയിൽ കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ 10(10) ഉന്നയിച്ചുകൊണ്ട് അവിടെ സിൻഡിക്കേറ്റ് സെഷനിൽ ഇല്ലാത്ത സമയത്ത് ഈ വൈസ് ചാൻസലർക്ക് അത്തരത്തിലുള്ള നടപടിയെടുക്കാം അടിയന്തര സാഹചര്യത്തിൽ എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമായിരുന്നു. ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് അടിയന്തരമായ നടപടിയല്ല എന്ന് പറയാൻ കഴിയുമായിരുന്നു. ആ വൈസ് ചാൻസലർക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാറിന് താഴെയുള്ള ആൾക്കാർക്കെതിരെ മാത്രമേ നടപടിയെടുക്കാൻ അധികാരമുള്ളൂ എന്നുള്ളത് പറയാമായിരുന്നു. വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയിൽ നിയമപ്രകാരം, ചട്ടപ്രകാരം ആ വൈസ് ചാൻസലറുടെ ചട്ടവിരുദ്ധമായ സസ്പെൻഷനെ റദ്ദാക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അത് ചെയ്യാതെ അതിന് പകരം ചട്ടവിരുദ്ധമായിട്ട് രജിസ്ട്രാറെ പുനർനിയമിക്കാൻ ശ്രമിച്ചതും എല്ലാം അജണ്ടയുടെ ഭാഗമാണ്. അങ്ങ് ഇപ്പോൾ ചോദിച്ചല്ലോ ഗവർണറുടെ നിലപാട് മാറിയെന്ന്. ഒരുപക്ഷെ ഹാഷ്മിയും ഞാനും തമ്മിൽ ആ ചർച്ചയ്ക്ക് കേരളത്തിലേക്ക് ഗവർണർ വന്ന സമയത്ത് നമ്മൾ ഇരുന്നിട്ടുണ്ടാവും. ഞാൻ അന്ന് പറഞ്ഞ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഹാഷ്മിയോടാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, മറ്റേതെങ്കിലും ചാനലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പറഞ്ഞത് 1 മാസം മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പോലും കലാപത്തിലൂടെ നേടിയാണ്, സായുധ കലാപത്തിലൂടെ നേടിയാണ്, സത്യാഗ്രഹത്തിലൂടെ നേടിയതല്ല എന്ന് പറഞ്ഞൊരു ഗവർണറെ, തീവ്ര ചിന്താഗതിയുള്ള ഒരു RSSന്റെ നേതാവിനെ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല. പക്ഷെ ഗവർണർ ഇവിടെ വന്നതിന് ശേഷം ഗവർണർ ആയതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് ഗവർണറാണ് തീവ്ര ചിന്താഗതിക്കാരൻ എന്ന് പറയുന്നത് ശരിയല്ല. നമ്മുടെ സംസ്ഥാനത്തിന് ഗവർണറാണ്, ഭരണഘടനാ പദവിയാണ്. രാഷ്ട്രീയ വിയോജി പറയുമ്പോഴും നമ്മൾ വ്യക്തിപരമാവരുത് എന്ന് ഞാൻ പറയുകയാണ്. ഹാഷ്മി, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ആ ഗവർണർ എടുക്കുന്ന നടപടികളിൽ അതിന്റെ നിയമവും ചട്ടവും അനുസരിച്ച് പ്രശ്നാധിഷ്ഠിതമായി ഞങ്ങൾ നിലപാടെടുക്കും എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ? പിണറായി വിജയനും MV ഗോവിന്ദനും
ഈ സംഘപരിവാറിന്റെ പിണിയാളായിട്ട് വരുന്ന ഗവർണർ RSSന്റെ ആളാണെന്നും അയാളുടെ കയ്യിലുള്ളത് വിഭാഗീയ ചിന്താഗതിയാണെന്നും തിരിച്ചറിയാനുള്ള രാഷ്ട്രീയം ഇല്ലാതെ പോയത് കൊണ്ടാണോ തോളത്തെടുത്ത് വെച്ച് നടന്നത്? അതുകൊണ്ടാണോ ഇദ്ദേഹം കൂട്ടി പ്രഭാത ഭക്ഷണത്തിന് പോയത്? അതുകൊണ്ടാണോ പിണറായി വിജയന്റെ പിറന്നാളിന് ഭാര്യാസമേതനായിട്ട് വന്ന് മുണ്ടും പുടവയും എല്ലാം കൊടുത്തത്? ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ RS ശശികുമാർ, ഏറ്റവും ഒടുവിൽ വരുന്നത് കേരള VC-ക്കുള്ള ഫയലുകൾ. അതാണ് പ്രശ്നം. ഞാൻ ഒരു അര മിനിറ്റോട് നിർത്തോളാം. അതുകൊണ്ട് SFI എന്ന് നടത്തുന്നതും ഗവർണർ എന്ന് നടത്തുന്നതും രക്ഷാപ്രവർത്തനമാണ്. ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു നിൽക്കുമ്പോൾ, സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ജനവിരുദ്ധമായ നയങ്ങൾക്ക് തിരിച്ചടിയേറ്റപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാണ് സെനറ്റ് ഹാളിലെ പ്രശ്നം നടക്കുന്നത്. സർക്കാരിന്റെ ലക്ഷ്യവും ഗവർണറുടെ ലക്ഷ്യവും പിണറായി വിജയനെ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ചർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്.